ലോകം പുതുപ്രതീക്ഷയോടെ പുതുവർഷത്തിലേക്ക് കടക്കുകയാണ്. 2026 ആദ്യം പിറക്കുക പസഫിക് സമുദ്രത്തിലെ കിരിബാത്തി ദ്വീപിലാണ്. വിപുലമായ ആഘോഷങ്ങൾക്ക് ഒരുങ്ങുകയാണ് കേരളവും. കൊച്ചിയിലടക്കം കനത്ത സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ ഏറ്റവും വലിയ ആഘോഷം കൊച്ചിയിൽ, അത് ഫോർട്ട് കൊച്ചിയിലാണ് നടക്കാറ്. ബാറുകൾക്ക് രാത്രി 12 വരെ പ്രവർത്തിക്കാൻ അനുമതി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെയാണ് സർക്കാർ അങ്ങനെ ഒരു ഉത്തരവിറക്കിയിരിക്കുന്നത്. ശ്യാം പ്രസാദ് ഉത്തമൻ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. ശ്യാം, അങ്ങനെ വളരെ പെട്ടെന്ന് 365 ദിവസം കടന്നുപോയത് എത്ര ക്ഷണികമായാണ് എന്ന് ചിന്തിക്കും വണ്ണമാണ് ഓരോ വർഷവും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. 2026 കാലെടുത്ത് വെക്കുന്ന ഈ ഒരു സുദിനത്തിൽ എങ്ങനെയാണ് കൊച്ചിയിലൊക്കെയുള്ള നിയന്ത്രണം, ആഘോഷങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞോ? പക്ഷേ അതായത് പുത്തൻ പ്രതീക്ഷകളുമായിട്ടാണ് കൊച്ചിയിലേക്ക് വിവിധ ഇടങ്ങളിൽ നിന്ന് ആളുകൾ എത്തുന്നത്. 2026 വരവേറ്റ് കൊച്ചിയിൽ നിന്ന് മടങ്ങാം എന്ന പ്രതീക്ഷയോട് തന്നെയാണ് ലക്ഷക്കണക്കിന് പേർ ഈ ഫോർട്ട് കൊച്ചിയിലേക്ക് എത്തുക. മണിക്കൂറുകൾ കൂടി കഴിയുമ്പോൾ ഇവിടം ഒരു ജനസാഗരമായിട്ട് മാറും. തൊട്ടപ്പുറത്ത് അറബിക്കടലും അതിനിപ്പുറത്ത് ഒരു ജനസാഗരവും എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ആ രീതിയിലേക്ക് ഈ ഫോർട്ട് കൊച്ചി നഗരം മാറും. രണ്ടിടങ്ങളിലായിട്ടാണ് ഇവിടെ ഇപ്പോൾ ആഘോഷം നടക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് പരേഡ് ഗ്രൗണ്ടിലാണ്. ഈ പരേഡ് ഗ്രൗണ്ട് കൂടാതെ തന്നെ തൊട്ടപ്പുറത്ത് വെളി ഗ്രൗണ്ടുണ്ട്. ആ വെളി ഗ്രൗണ്ടിലും വലിയ രീതിയിലുള്ള ആഘോഷങ്ങൾ തന്നെയാണ്. നമുക്ക് തൊട്ടപ്പുറത്ത് കാണാം ഭീമാകാരനായ പപ്പാഞ്ഞി. അതിൻ്റെ അവസാനവട്ട മിനുക്ക് പണികളിലാണ്. ആ മിനുക്ക് പണികൾ കൂടി തീർത്ത് ഏകദേശം ഒരു 2 മണിക്കൂറുകൾ കൂടി കഴിയുമ്പോൾ പപ്പാഞ്ഞി ഫുൾ സെറ്റാകും. പിന്നീട് രാത്രി 12 മണിക്ക് ഈ പപ്പാഞ്ഞി കത്തിയമരും. ആ കത്തിയമരുമ്പോൾ ഒരു പുതുവർഷത്തെ വരവേറ്റുകൊണ്ട് ഇവിടെ നിന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് എല്ലാവരും മടങ്ങിപ്പോകുന്ന ആ നിമിഷത്തിലേക്ക് എത്താൻ ഇനി മണിക്കൂറുകളുണ്ട്. ആ മണിക്കൂറുകളാണ് കൊച്ചിയുടെ ആഘോഷം എന്ന് പറയുന്നത്. തൊട്ടപ്പുറത്ത് DJ ഉണ്ട്. ആ DJ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് ഇവർ ആടിയും പാടിയും അങ്ങനെ ഈ വർഷം തീർത്ത ഒരു പുതുവർഷത്തെ വരവേറ്റ് മടങ്ങുന്ന ഒരു സുദിനം. ആ സുദിനത്തിലാണ് നമുക്ക് ഇവിടെ കൂടിയിരിക്കുന്ന ആളുകളോടൊക്കെ ചോദിക്കാം. എവിടെ നിന്നാണ് വരുന്നത്? പയ്യന്നൂർ, തൃക്കരിപ്പൂർ. എന്ത് പറ്റി കൊച്ചിയിൽ വന്ന് ആഘോഷിക്കാൻ? കൊച്ചിയിൽ വന്നതല്ല, കരുനാഗപ്പള്ളിയിൽ നാടകം ഉണ്ടായിരുന്നു, ഖസാക്കിന്റെ ഇതിഹാസം. അത് കഴിഞ്ഞ് പാപ്പാനിയെ കണ്ടു. നാടകക്കാരാണ്. KMK കലാസമിതി തൃക്കരിപ്പൂർ. നാടകം കഴിഞ്ഞു 4 ദിവസം. ന്യൂ ഇയർ ഇവിടെ ആഘോഷിച്ച് പോകാമെന്ന് വിചാരിച്ചു. എന്താ പേര്? ശ്യാം. കൃപേഷ്, കാർത്തികേയൻ. എങ്ങനെയുണ്ട് കൊച്ചിയുടെ ന്യൂ ഇയർ ആഘോഷമൊക്കെ? എങ്ങനെയാണ്? ഗംഭീരം, അടിപൊളിയാണ്. അത് കണ്ട് പോകാനാണ്. അതെ, പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്രാവശ്യം ഉണ്ടായില്ല ഇവിടെ. ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾക്ക് കാണാൻ പറ്റിയില്ല. ഹൗസ്ഫുൾ, ഫുൾ ഓഫ്. എങ്ങനെ ഉണ്ടായിരുന്നു 2025? എങ്ങനെ ഉണ്ടായിരുന്നു? പൊതുവെ ഗംഭീരം വർഷമായിരുന്നു. അടിപൊളിയായിരുന്നു. ഒരു പുതിയ വർഷത്തെ നമ്മളിവിടെ കൊച്ചിയിൽ നിന്ന് വരവേറ്റ് പോകാൻ കരുതി. സന്തോഷം. കൊച്ചിയിൽ നമ്മൾ ആഘോഷിക്കാൻ തീരുമാനിച്ചു. കേരളത്തിന്റെ ഏറ്റവും ആഘോഷത്തിന്റെ ഒരു പീക്ക് നിൽക്കുന്ന കൊച്ചിയാണ്. പിന്നെ തീർച്ചയായും അവിടെ തന്നെ തുടങ്ങാൻ വെച്ചു. അപ്പൊ അങ്ങനെ കൊച്ചിയിൽ നിന്ന് തുടങ്ങാൻ വേണ്ടി എത്തിയ നാടകക്കാരാണ് നിൽക്കുന്നത്. അങ്ങനെ ഒരുപാട് പേർ ഇവിടെ എത്തി ഈ ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കുന്നു എന്നതാണ് നമുക്ക് പ്രത്യേകത. മോനെ പേരെന്നാ? എങ്ങനെയുണ്ട് പപ്പാഞ്ഞിയെ കണ്ട? എങ്ങനെയുണ്ട് പപ്പാഞ്ഞി? ഇഷ്ടപ്പെട്ട? അപ്പൊ ന്യൂ ഇയർ നമുക്ക് ഇവിടെ അടിച്ചു പൊളിക്കല്ലേ? അപ്പൊ ഒരു ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞു. ഹാപ്പി ന്യൂ ഇയർ. എവിടെ നിന്നാ വരുന്നത്? എടപ്പള്ളി. എങ്ങനെയുണ്ട് ആഘോഷമൊക്കെ? എങ്ങനെയുണ്ട്? നന്നായി പോണു. ന്യൂ ഇയർ മൊത്തം ഇവിടെ കഴിഞ്ഞിട്ട് പോകാനുള്ള പരിപാടിയാ? എങ്ങനെയുണ്ട് കൊച്ചിയുടെ ന്യൂ ഇയർ ആഘോഷം? എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. ഒരു പ്രത്യേക വൈബാണ്. അപ്പുറത്തൊക്കെ പോയായിരുന്നു? അവിടെ പോയിക്കൊണ്ടിരിക്കാം. അവിടെ പോയിട്ട് ആ മരമൊക്കെ കണ്ടേ പോകുള്ളൂ. അതെ, അവിടെ പോയിട്ട് വേണം. കുടുംബമായിട്ട്, ഫാമിലിയായിട്ട് വന്നേക്കും. അങ്ങനെ കുടുംബമായിട്ട് വന്ന് ഈ കാഴ്ചകളെ കണ്ട് മടങ്ങുന്ന ആളുകളും ഉണ്ട്. അങ്ങനെ ഒരുപാട് പേർ ഇവിടെ എത്തുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. എവിടെ നിന്നാ വരുന്നത്? ഞങ്ങൾ മൂവാറ്റുപുഴ. അപ്പോൾ ഈ ന്യൂ ഇയർ ആഘോഷം നമുക്ക് കൊച്ചിയിൽ ഇവിടെ കൂടാന്ന് വെച്ചു. ഫാമിലിയായിട്ടാണോ വന്നേക്കണേ? ഫാമിലിയായിട്ടാണ്. ഇവര് വന്നേക്കണേ അങ്കമാലി അപ്പുറന്നാണ്. ഞങ്ങൾ അങ്ങനെ വന്നപ്പോ ന്യൂ ഇയർ നിന്ന് ഇവിടെ കൂടാന്ന് വെച്ചു. എങ്ങനെയുണ്ട് ന്യൂ ഇയർ ആഘോഷമൊക്കെ? എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ട് പോകുന്നു. ക്രിസ്മസ് ഒക്കെ എങ്ങനെയായിരുന്നു ആഘോഷിച്ചത്? ക്രിസ്മസും അടിപൊളിയായിട്ട് ആഘോഷിച്ചു. എന്താണ് ന്യൂ ഇയറിന്റെ വിശേഷങ്ങളൊക്കെ? ന്യൂ ഇയറിന് പ്രത്യേകിച്ച് അടിപൊളിയായിട്ട് പോകണം, അത്രേ ഉള്ളൂ. പഞ്ഞൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളി. എങ്ങനെയുണ്ട് പഞ്ഞിനെ കണ്ട? എങ്ങനെയുണ്ട്? നല്ല സൂപ്പറുണ്ട്. അടിച്ചു പൊളിക്കല്ലേ നമ്മളോട്? DJ ഒക്കെ ഉണ്ട്. ഒരു ഹാപ്പി ന്യൂ ഇയർ ഒക്കെ പറയും. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ എല്ലാവരും ഒരു പുതുവർഷത്തെ വരവേൽക്കാൻ വേണ്ടി അങ്ങനെ സജ്ജമായിട്ടിരിക്കുകയാണ്. ഹാപ്പി ന്യൂ ഇയർ ഇപ്പോഴേ തന്നെ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞ്
അങ്ങനെ പുതുവർഷത്തെ വരവാക്കാൻ വേണ്ടി ഈ കുടുംബങ്ങളൊക്കെ നേരത്തെ ഇവിടെ ഇങ്ങനെ വന്ന് അങ്ങ് മടങ്ങിപ്പോകും. പക്ഷേ ഈ മറ്റ് ജില്ലകളിൽ നിന്ന് വരുന്ന ആളുകളൊക്കെ ഇവിടെ തങ്ങും. ഇവിടെ തങ്ങി ഈ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് അതിനൊപ്പം ചുവട് വെച്ച് അവരങ്ങനെ മടങ്ങുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. അല്ലാതെ വരുന്നവരൊക്കെ ഇവിടെ വന്ന് ഇവിടുത്തെ ദീപവിധാനങ്ങളൊക്കെ കണ്ട് തിരികെ വീട്ടിൽ പോയിട്ട് ആഘോഷിക്കുന്നവരും മറ്റുമൊക്കെയാണ്. എവിടെ നിന്നാ വരുന്നത്? എവിടെ നിന്നാ? കുമ്പളങ്ങി. എങ്ങനെയുണ്ട് ആഘോഷങ്ങളൊക്കെ? എങ്ങനെയുണ്ട്? പിന്നെ അടിപൊളിയല്ലേ? അടിപൊളിയാണ്. പപ്പാനിയൊക്കെ ഇഷ്ടപ്പെടും? പിന്നെ ഫാമിലി ആയിട്ടാണോ വന്നേക്കണേ? ഫാമിലിയിലെ അവരെന്നെ മാറിക്കളഞ്ഞ് ഒരുമിച്ച് വന്നതല്ലേ? പിന്നെന്താ മാറിക്കളഞ്ഞ്? എങ്ങനെയുണ്ട് പപ്പാഞ്ഞി? എങ്ങനെയുണ്ട്? അടിപൊളി. വളരെ പേരന അനന്യ. എങ്ങനെയുണ്ട് പുതുവർഷത്തിന് നമുക്ക് ഇവിടെ കൂടാന്ന് വെച്ചല്ലേ? പപ്പാഞ്ഞി എങ്ങനെയുണ്ട്? അപ്പൊ ഒരു ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞു. ഹാപ്പി ന്യൂ ഇയർ. അപ്പൊ അങ്ങനെ ഫാമിലി ആയിട്ട് വരുന്ന ആളുകൾ അപ്പൊ അവരിവിടെ വന്ന് ഈ കാഴ്ചയെ കണ്ടൊന്ന് മടങ്ങി വീട്ടിൽ പോയിട്ട് ആഘോഷിക്കും. അതാണ് കൊച്ചിക്കാരുടെ ഒരു പ്രത്യേകത. അപ്പോൾ ഇവിടെ മറ്റ് ജില്ലകളിൽ നിന്ന് വന്ന ആളുകളൊക്കെ ഇവിടെ ഇങ്ങനെ തങ്ങി ഇവിടുത്തെ ഈ പാട്ടും മേളവും ഒക്കെ ആയിട്ട് ഡാൻസൊക്കെ കൂടി അങ്ങനെ ചേർന്ന് പോകുന്നൊരു രീതിയാണ്. അതാണ് കൊച്ചിയുടെ ആഘോഷം. അപ്പോൾ കൊച്ചിയുടെ ആഘോഷം കണ്ട് വിദേശികളും മറ്റുമൊക്കെ വരുന്നുണ്ട്. തൊട്ടപ്പുറത്തെ ഗാലാഡി കൊച്ചി എന്ന് പറയുന്ന ആ സംഘടന നടത്തുന്നിടത്ത് വെളി ഗ്രൗണ്ടിൽ വിദേശികൾക്ക് വേണ്ടി മാത്രമായിട്ട് പ്രത്യേക പവലിയനും മറ്റൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെയും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം. ആ കാണുന്നതാണ് സ്റ്റേജ്. ആ സ്റ്റേജിലാണ് DJ പ്രോഗ്രാമും മറ്റുമൊക്കെ നടക്കുന്നത്. അവിടെ അതിനോടനുബന്ധിച്ച് തന്നെ വിവിധ പവലികളാക്കി തിരിച്ചിട്ടുണ്ട്. ഈ ഇത്രയും വലിയൊരു റഷ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി എല്ലാ ക്രമീകരണങ്ങളും പോലീസ് നേരത്തെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഏകദേശം 2 മണിക്ക് ശേഷം ഇങ്ങോട്ടേക്ക് വാഹനങ്ങളൊന്നും തന്നെ വലിയ രീതിയിൽ കടത്തിവിടുകയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഇങ്ങനെ പോരുമ്പോഴും വലിയ രീതിയിൽ വാഹനങ്ങളൊന്നും തന്നെ കടത്തിവിടുന്നില്ല. പക്ഷേ ഇപ്പോൾ തന്നെ നനഞ്ഞ ഒരു ആളുണ്ട്. പക്ഷേ പലയിടങ്ങളിലായിട്ട് നിൽക്കുന്നു എന്നതാണ്. ഒരു 5 മണി 6 മണിയോട് കൂടി ഈ ഗ്രൗണ്ടിലേക്ക് ആളുകൾ കയറി തുടങ്ങും. പിന്നെ ഇവിടെ പാട്ടും മേളവും ഒക്കെ ആയിട്ട് അങ്ങനെ അടിച്ചു പൊളിച്ച് ഒരു പുതുവർഷത്തെ വരവേൽക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സാധ്യതകളും ഇവിടെ ഉപയോഗപ്പെടുത്തുമെന്നതാണ് പ്രത്യേകത. അതേ വിദേശികളായിട്ടുള്ള ആളുകളൊക്കെയാണ്. യു ആർ ഫ്രം Switzerland. യു ആർ കമ്മിങ് ഇൻ ഫസ്റ്റ് ടൈം ഇൻ കൊച്ചി? Yes. How is the expectation? Expedition. I'm super excited. I'm a little afraid of the whole crowd, but super excited. Name? Simone. Yes. How is the expectation in Kochi? Oh, I can't wait. Very good. It's so beautiful here. So beautiful. Yeah.